ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതൊരു 2011 മോഡൽ ആപ്പയാണ്. അപ്പം ഇതിൻ്റെ ഓണർ ഇതാണ്, എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ്, ഇവനെ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ അതിന് മുന്നേ ഈ വണ്ടി കുറച്ച് തുരുമ്പൊക്കെ ആയിട്ട് പിന്നെ ചെറിയ ഒരു ഒരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വെൽഡ് ചെയ്യാനുള്ളതൊക്കെ വെൽഡ് ചെയ്ത് അതുപോലെ തന്നെ അപ്പോൾസറി പണി എടുപ്പിച്ച് വുഡൊക്കെ മാറ്റി ഒന്ന് ക്ലിയർ ആക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇവൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എനിക്ക് ആദ്യമേ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഇതെൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ്, പേര് ബൈജു എന്നാണ്. എൻ്റെ സുഹൃത്ത് മാത്രമല്ല, നമ്മുടെ ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറും കൂടിയാണ്. ഞങ്ങൾ തമ്മിൽ കുറച്ച് ദൂരമുണ്ട് കേട്ടോ, ഒരു 10-15 കിലോമീറ്ററിൻ്റെ ദൂരമുണ്ട് പിന്നെ വീട് തമ്മിൽ. അപ്പോൾ എടാ, നീ ഈ വണ്ടി പണിയെടുപ്പിക്കാനുള്ള കാരണം എന്താണ്? വണ്ടി പണിയെടുപ്പിക്കാൻ ഞാൻ ഒരു ഓട്ടം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞായിരുന്നു. വണ്ടി അപ്പുറ സൈഡിൽ നോ എൻട്രി പോണ്ടി എത്രയും ഭാഗം പറഞ്ഞായിരുന്നു. വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 6 മാസമായിട്ടുള്ളൂ. എടുത്തപ്പം ഒന്ന് വണ്ടി ലുക്കാക്കി എടുക്കണം എന്നൊരു ആഗ്രഹത്തിൽ ചെയ്തതാണ്. വണ്ടി എടുത്തപ്പം വൃത്തി ഉണ്ടായിരുന്നില്ല, വണ്ടി വൃത്തി തുരുമ്പും കാര്യങ്ങളുണ്ടായിരുന്നു തന്നെയായിരുന്നു. ഞാൻ ഇത്രയും 2 സൈഡും ഇത്രയും എൽ ഷേപ്പ് അടിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ട്. അതല്ലേ. അപ്പോൾ മൊത്തത്തിൽ നീ ഒരു ബോഡി പണിയായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ബോഡി പണി പറഞ്ഞാൽ ഈ ഇവിടത്തെ കട്ടിങ്ങും പിന്നെ ആ തട്ടി അവിടെ കുറച്ച് ചീപ്പായിരുന്നു. ഇത്രയും ബൾബ് ഉണ്ടായിരുന്നു, അത് റെഡിയാക്കി എടുത്തു. പിന്നെ ഇതിന്റെ ഉള്ളിൽ ചെറിയൊരു പീസ് വെക്കാണ്ടായിരുന്നു, അത് റെഡിയാക്കി. പിന്നെ ഫ്രണ്ടിലൊക്കെ ചെറിയ ചെറിയ പീസുകൾ വെക്കാണ്ടായിരുന്നു, ഒക്കെ വെച്ചു. ഫ്രണ്ട് പ്ലാറ്റ്ഫോമിന്റെ മേൽഭാഗത്തിൽ. അപ്പോടാ, ഈ ഒരു ബോഡി പണിക്ക് മാത്രം നിനക്ക് എത്ര രൂപ മുടക്ക് വന്നിട്ടുണ്ട്? 10,000 രൂപ. 10,000 രൂപ. അതായത് വെൽഡ് ചെയ്തെല്ലാം ക്ലിയർ ആക്കി മൊത്തം ബോഡി ഇറക്കാണ്ടല്ലോ പണിയെടുത്ത്. അപ്പുറത്ത് ആ തട്ടി എന്ന് പറഞ്ഞ സ്ഥലവും പിന്നെ ബാക്കി എല്ലാ തുരുമ്പുകളെല്ലാം ക്ലിയർ ആയി. ഇപ്പൊ മൊത്തത്തിൽ വണ്ടി തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല, പക്ക ക്ലിയർ ആയി. അതിന് 10,000 രൂപ വന്നു. 10,000 രൂപ വന്നു. പിന്നെ അത് കഴിഞ്ഞ ഉടനെ അടുത്ത് വന്നത് പെയിന്റിംഗ് ആണ്. പെയിന്റിങ്ങിന് എത്ര രൂപ വന്നു? പെയിന്റിങ്ങിന് 5,000 രൂപ. 5,000 രൂപ. അത് പിന്നെ 5,000 രൂപ മൊത്തം ഫുള്ള് ഉള്ളടക്കം ഉള്ളും അടിയൊക്കെ അടിച്ചു 5,000 രൂപ വന്നിട്ടുള്ളൂ അല്ലേ? അത് 5,000 രൂപ തന്നെ വരുന്നുള്ളൂ. 5,000 മേലെ വരുന്നുണ്ട്. 7,000 വരെ വാങ്ങുന്ന ആൾക്കാരുണ്ട് അല്ലേ? പിന്നെ കൂട്ടുകാരനായോണ്ട് നിർത്തി ചെയ്തു. അതെ അല്ലേ. അല്ല ഉള്ളും അടിയൊക്കെ നല്ല കണ്ടീഷനായിട്ട് അടിക്കണമെങ്കിൽ ഇപ്പൊ നീ വെൽഡ് ചെയ്തെല്ലാം അടിച്ചതല്ലേ, അന്നേരം എന്തായാലും 5,000 രൂപയ്ക്ക് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 7,000 രൂപയാണ് മാക്സിമം റേറ്റ് കിട്ടുന്നത് എല്ലാം ചെയ്യുന്നത്. അതല്ലേ. കൂട്ടുകാരനായോണ്ട് അവനങ്ങനെ 5,000 ചെയ്തു തന്നു. 15 രൂപ അന്നേരം തന്നെ ആയി. പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ വുഡ് മാറ്റി, കർട്ടൻ, ബാക്കത്തെ കർട്ടൻ എല്ലാം മൊത്തത്തിൽ ഫുള്ള് മാറ്റി ഒന്നും ബാക്കിയാക്കിയില്ല. സീറ്റ് കവർ അടിക്കുകയാണോ ചെയ്ത് സീറ്റ് മാറ്റിയാണോ ചെയ്തത്? മൊത്തത്തിൽ അടിച്ചു. അതല്ലേ. ഇൻസൈഡോ? ഇൻസൈഡ് മൊത്തത്തിൽ മാറ്റി, എല്ലാം മാറ്റിയതാ. ഫുള്ള് അപ്പോൾസറി വർക്ക് ഫുള്ള് മാറ്റി. അതിന് എത്ര രൂപ വന്നു? അതിന് എനിക്ക് 12 രൂപ. 12 രൂപ. അപ്പം 12 27 രൂപ ടോട്ടൽ. 27 രൂപയ്ക്ക് വണ്ടി പണിയെടുപ്പിച്ചു. 3 മാസം കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്. അപ്പോൾ ഇനി 3 മാസം കഴിയുമ്പോൾ ഒന്നുകൂടെ പെയിന്റ് അടിക്കേണ്ടി വരുമോ? എന്തായാലും ഉള്ളൊക്കെ ഒന്ന് അടിക്കേണ്ടി വരും അല്ലേ? ബാക്കി കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഈ 27 രൂപ മുടക്കിയിട്ട് 2011 മോഡൽ വണ്ടിയാണ്. അതിന്റെ ബെനിഫിറ്റ് കിട്ടിയോ? വണ്ടിക്ക് ഒച്ചപ്പാടും ബഹളവും ഒക്കെ കുറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, വണ്ടി വൃത്തിയായി മൊത്തത്തിലെല്ലാം കൊണ്ട്. വുഡൊക്കെ തീരെ പറ്റൂല തന്നെയായിരുന്നു. വുഡ് എനിക്ക് ഇൻസൈഡൊക്കെ മൊത്തം പോയി കിടക്കായിരുന്നു. അതല്ലേ. മൊത്തം മാറ്റാന്ന് വിചാരിച്ചു. എടുത്ത സ്ഥിതിക്ക് വണ്ടി നന്നാക്കണം എന്നുള്ളൊരു ചിന്ത കൂടെ ഉണ്ടായിരുന്നു. അതല്ലേ. അപ്പോൾ വന്ന ബ്രേക്കിന്റെ ടൈമിന് എടുത്താൽ പോരായിരുന്നോ? അപ്പോൾ ഈ പ്രശ്നം തട്ട് വന്നുകൊണ്ടല്ലേ. അപ്പോൾ കൈയോടെ അങ്ങ് ചെയ്ത് ക്ലിയർ ആക്കി. അപ്പോൾ നീ ഈ വണ്ടി എടുത്തിട്ട് 6 മാസമായിട്ടുള്ളൂ എന്നാ പറയുന്നത്? 6 മാസമായി. അപ്പം ഈ 27 രൂപയ്ക്ക് ഓടിയിട്ടുണ്ടോ ഈ 6 മാസം കൊണ്ട്? ഇല്ല, ഓടിയിട്ടില്ല. അപ്പോൾ വണ്ടി ഓടാത്തോണ്ടാണോ അതോ പണിയില്ലാത്തോണ്ടാണോ? പണി കുറവാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വേറെ പെയിന്റിങ്ങിന് പോകുന്നതുകൊണ്ട് വൈകുന്നേരം വന്നിട്ടാണ് ഓടല്. അതെ അല്ലേ. ചുരുക്കി പറഞ്ഞാൽ വേറെ പണിയെടുത്തിട്ടുള്ള പൈസയാണ് ഇപ്പോൾ ഇതിലേക്ക് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഓടാനുള്ള ഉദ്ദേശം ഉണ്ടാവും? ഇനി സ്ഥിരമായിട്ട് ഓടാനുള്ള ഉദ്ദേശമാണ്. അപ്പോൾ നിനക്ക് മാൻഡറി പെർമിറ്റ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം പണി ഉണ്ടാവും അല്ലേ? നീ ഓട്ടോ ഫീൽഡിൽ വന്നിട്ട് ശരിക്കും എത്ര നാളായി? ഞാൻ 2010 വന്നതാണ്. 2010 മുതൽ ഓട്ടോ ഫീൽഡിലുണ്ട്. പക്ഷെ സ്വന്തമായിട്ട് എടുക്കുന്ന വണ്ടി ഇതല്ലേ? സ്വന്തമായിട്ട് എടുക്കുന്ന വണ്ടി ഇതല്ലേ? അതല്ലേ. എത്ര കൂലിക്കാണ് ഓടിക്കൊണ്ടുവന്നത്? ഓടിക്കൊണ്ടുവന്നത്. അപ്പോൾ ടൗണിലായതുകൊണ്ട് വണ്ടി കിട്ടും, കൂലിക്ക് ഓടാൻ വണ്ടി കിട്ടും. അത് കൂലിക്ക് ആപ്പ ഓടിയിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈമാണ് വണ്ടി എടുക്കുന്നത്. ആദ്യമായിട്ട് എടുക്കുന്നത് ആപ്പ തന്നെയാണ്. പിന്നെ കുട്ടി ഡീസലൊന്നും മുന്നേ എടുത്തിട്ടില്ല. ഓടിയത് മൊത്തം കുട്ടി ഡീസലാണ്. അപ്പോൾ അത് ആ ഒരു അനുഭവം എങ്ങനെയാണ്? കുട്ടി ഡീസലാണോ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്, ആപ്പയാണോ? ഇപ്പം എനിക്ക് ആപ്പയാന്ന് തോന്നുന്നു നല്ലത്. ഇപ്പം ആപ്പയാന്ന് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഓടുന്നത്. അതിനേക്കാൾ എനിക്ക് നല്ലത് തോന്നിയതാണ്. എന്തുകൊണ്ടാണ്? എന്തെങ്കിലും കാര്യങ്ങളില്ല, കുട്ടി ഡീസലിന്റെ അത്ര ക്ഷീണമില്ല. പിന്നെ മെയിൻ്റനൻസിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ്? മെയിൻ്റനൻസിന് അതിനേക്കാളും ബെറ്റർ ഇതാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ശരിക്കും അതിനെപ്പറ്റി പഠിക്കാനായിട്ടില്ല. അത് വണ്ടി അധികം ഓടിയിട്ടില്ല, ഓടാൻ തുടങ്ങിയിട്ടില്ല. അപ്പം എങ്കിലും കുറച്ച് ഇത്ര നാൾ ഉപയോഗിച്ചാൽ അത് സ്വന്തം വണ്ടി ആയതുകൊണ്ടുള്ള ഇഷ്ടമാണോ അതോ ബെറ്റർ ആപ്പ തന്നെയാണെന്നാണോ തോന്നിയിട്ടുള്ളത്? ആപ്പ തന്നെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ. തോന്നല്ലേ. മൊത്തത്തിലുള്ള നിന്റെ നമുക്ക് അത്യാവശ്യം ഒരു ഓട്ടം കിട്ടുമ്പം ദേഹത്തോടെ പോവാം. കുട്ടി ഡീസൽ എന്തെങ്കിലും പ്രശ്നത്തിൽ പെടുത്തിയിട്ടുണ്ടോ? പെടുത്തിയിട്ടില്ല. അത്യാവശ്യം നമുക്ക് ആള് ഇപ്പം കുട്ടി ഡീസലാകുമ്പം ഒരു 3-4 കയറുമ്പോൾ അവർക്ക് ഭയങ്കര ഇതാണ്, ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും.
ഇടുങ്ങി കൂടി ഇരിക്കുന്നവരുണ്ടാവും. അതാകുമ്പോൾ ആപ്പയാകുമ്പോൾ അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കുക, നല്ല കാല് കിട്ടി ഇരിക്കുക, സുഖമായിട്ട് ഇരിക്കുക, യാത്ര സുഖം ഉണ്ടാവും. അതെ, സ്പേസ് ഉള്ളതുകൊണ്ട് ഒരു സുഖമുണ്ട്. പിന്നെ കുറച്ച് ലോങ് ഒക്കെ പോകണേ എന്തെങ്കിലും ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കിൽ വെക്കാൻ സ്പേസ് ഉണ്ട്. ഇപ്പോൾ കുട്ടി ഡീസലാണെങ്കിൽ ഒരു 4 ആളും ഉണ്ട്, ഒരു 2-3 ബാഗും ഉണ്ടെങ്കിൽ കുടുങ്ങി. അപ്പോൾ അവർക്ക് പോകാൻ പറ്റില്ല. അപ്പം ടൗണിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് വന്നിറങ്ങുന്നവരൊക്കെ ഉണ്ടാവും രാത്രിക്ക് കൂടുകയാണെങ്കിൽ. അപ്പോൾ ചിലപ്പോൾ തെരഞ്ഞു വിളിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അല്ലേ? ഞാൻ ഒരു 5:30 ആകുമ്പോൾ ഇറങ്ങുന്നതാണ് ഓടാൻ രാവിലെ. അപ്പോൾ അത്യാവശ്യം ബസ് വരുമ്പം നമുക്ക് അത്യാവശ്യം ലഗേജുള്ള ആൾക്കാരൊക്കെ ദേഹത്തോടെ നമ്മൾ വണ്ടി വിളിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഗുണം ടൗണിലായതുകൊണ്ട് ആപ്പയും കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. എങ്ങനെ വണ്ടീൻ്റെ മൈലേജ് എങ്ങനെയുണ്ട്? നിനക്കൊരു ശരാശരി പറയാൻ പറ്റുമോ? മൈലേജ് 26 എന്തായാലും കിട്ടും. ഒരു 30 താഴെ എന്തായാലും കിട്ടുള്ളൂ, അതിന് സംശയമൊന്നുമില്ല. പിന്നെ മേലോട്ട് പോയതായിട്ട് തോന്നിയിട്ടില്ല, പ്രത്യേകിച്ച് ടൗണിലായതുകൊണ്ട് കുറയാനുള്ള സാധ്യത ചാൻസാണ്. അപ്പോൾ മറ്റേ വണ്ടിയാണെങ്കിലോ, കുട്ടി ഡീസലാണെങ്കിലോ? മറ്റേ വണ്ടി മൈലേജ് കുറച്ചും കൂടി ഇതിനേക്കാളും കൂടുതലില്ലേ? കൂടുതലുണ്ട്, പക്ഷേ ഭയങ്കര ക്ഷീണമാണ്. രണ്ട് കാലും 2 കൈ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷീണമാണ്. അല്ല, അതിപ്പോൾ കയ്യിൽ ക്ലച്ചൊക്കെ വന്നിട്ടുണ്ടല്ലോ, പക്ഷേ അത് കിട്ടിയിട്ടില്ല. അത് ഞാൻ ഓടിയിട്ടില്ല അല്ലേ? അപ്പോൾ മറ്റേ കാല് ക്ലച്ചുള്ള പഴയ വണ്ടിയാണ് ഓടിയത്. അപ്പോൾ ഇത് കയ്യിലേക്ക് പെട്ടെന്ന് ക്ലച്ചൊക്കെ മാറിയപ്പോൾ ഒരു സുഖമുണ്ടല്ലേ? അപ്പം ഈ വണ്ടി നീ എടുത്തപ്പം ഈ വണ്ടിക്ക് എത്ര രൂപ റേറ്റ് വന്നിട്ടുണ്ട്? വണ്ടിക്ക് റേറ്റ്, വണ്ടിയും പെർമിറ്റും എല്ലാം ഒരുമിച്ചാണ്, പെർമിറ്റ് അടക്കം എടുത്തത്. അപ്പോൾ 2:30 ആയി. 2:30 എന്ന് പറയുമ്പോൾ ഇവിടെ പെർമിറ്റ് എത്ര റേറ്റ് ഉണ്ട് അന്നേരം? പെർമിറ്റ് ഞാൻ എടുക്കുമ്പം 1.60 1.70 ഉണ്ടായിരുന്നു. 1.60 ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ കുഴപ്പമില്ല. അന്നേരം വണ്ടീൻ്റെ വില വലിയ വില ആയിട്ടുണ്ടെന്ന് പറയാനില്ല. അപ്പോൾ അതിൽ ലോൺ ഇട്ടിരുന്നോ അതോ റെഡി ക്യാഷ് ആണോ? ലോൺ ഉണ്ട്. എത്രയുണ്ട് ലോണ്? ലോൺ ഒന്നുണ്ട്. 1 ലക്ഷം രൂപ ലോൺ ഉണ്ട്. അതിന് എത്രയുണ്ട് മാസം അടവ്? 5,600 ഉണ്ട്. 5,600 ഒരു മാസം ഉണ്ട്. 1 ലക്ഷം രൂപ ലോൺ ഇട്ടിട്ട് എത്ര അടവ് ടോട്ടൽ വരുന്നുണ്ട്? 2 കൊല്ലത്തേക്കാണ് പെട്ടത്. 2 കൊല്ലത്തേക്ക് അടവ് അല്ലേ? അന്നേരം ഇപ്പോൾ എത്ര അടവ് അടച്ചിട്ടുണ്ട്? ഇപ്പം 6 മാസമായിട്ട് 6 മാസം അടവടച്ചു. 6 അടവടച്ചു. പെൻഡിങ് ഒന്നുമില്ല, ക്ലിയർ ആണല്ലോ അല്ലേ? അടവടച്ചതും ഈ പറഞ്ഞ പോലെ പുറത്ത് പണിക്ക് പോയിട്ടാണ്, വണ്ടി ഓടിയിട്ടല്ല. വണ്ടി അങ്ങനെ ഓടിയിട്ടില്ല. അപ്പോൾ ഇനി ഓടണം വിചാരിക്കുന്നു. അങ്ങനെ കണക്ക് കൂട്ടുമ്പം ഇപ്പോൾ ഒരു 30 രൂപ ഇതിൻ്റെ മേലെ എക്സ്ട്രാ കയറിയിട്ടുണ്ട്. അപ്പം 2.60 ആയി മൊത്തം. അതിനുള്ള ഗുണം വണ്ടിക്ക് ഉണ്ടല്ലേ? 2.60 കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പെർമിറ്റും ഉണ്ടല്ലോ, എങ്ങനെയായാലും കൊടുത്താൽ വില കിട്ടും. കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, ഇനി ഓടണം. പരമാവധി ഇറക്കിയ പൈസ പിടിക്കണം. അല്ലാണ്ട് കൊടുത്താൽ നഷ്ടം പിടിക്കും. തടിക്ക് പിടിക്കുമല്ലേ? ഓക്കെ. വണ്ടി വൃത്തിയായില്ല എന്തായാലും? വണ്ടി വൃത്തി. നിനക്ക് ഈ ഓട്ടോ ഫീൽഡിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? പല ഫീൽഡുകളിലും പണിയെടുത്തിട്ടുള്ളതാണല്ലോ. ഓട്ടോ ഫീൽഡ് പണിയുണ്ടെങ്കിൽ കുഴപ്പമില്ല. പണിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷനും കാര്യമായി. ഓട്ടം പിന്നെ വണ്ടി കയറുന്ന ആൾക്കാർ പല അഭിപ്രായങ്ങളായിരിക്കും. ഓരോരുത്തർ ചിന്താഗതിയിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരോട് നമ്മൾ പെരുമാറുന്നതും നല്ലോണം പെരുമാറിയും തിരിച്ച് നമ്മൾ പെരുമാറുന്നത് വളരെ മോശമായിട്ടായിരിക്കും. അങ്ങനെയുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. മറ്റുള്ള പണിക്ക് പോകുമ്പോൾ രാത്രി വൈകുന്നേരം പണിയെടുത്താലും ആ പൈസ നമുക്ക് കറക്റ്റ് കിട്ടും. പിന്നെ നമുക്ക് ഇതിൽ മറ്റേ ഒരു കൂലിപ്പണിക്കാവുന്നെങ്കിൽ നമ്മൾ മാറ്റി വെക്കണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര നേരം പണിയെടുത്താൽ ഈ പൈസ നമുക്ക് കിട്ടുന്ന അറിയാം. ഇതിൽ ചിലപ്പോൾ രാവിലെ 5 മണിക്ക് ഇറങ്ങിയാലും ചിലപ്പോൾ 10 മണി ഓടിയാലും ചിലപ്പോൾ ഒരു പൈസ ആവില്ല. ചിലപ്പോൾ നല്ല പണിയായിരിക്കും, ചിലപ്പോൾ പണി ഉണ്ടാവില്ല. അതാണ്. പിന്നെ നീ ഒരു ശരാശരി എത്ര രൂപയ്ക്ക് ഓടും? ഇപ്പം ഞാനിപ്പം മര്യാദക്ക് ഓടാൻ തുടങ്ങിയപ്പോൾ 2-3 ദിവസമായിട്ടുള്ളൂ. അപ്പം ഇതിനിടയ്ക്ക് ഒരു 1,000-1,200 രൂപ കൂടുന്നുണ്ട്. 1,000-1,200 രൂപ. അത് 1,000-1,200 രൂപ എന്ന് പറഞ്ഞാൽ ടൗണാണ്. അപ്പോൾ എന്തായാലും ആ ഒരു പൈസക്ക് ഓടണം. കാരണം ഇത്രയും പൈസയും കൊടുത്തിട്ട് പെർമിറ്റൊക്കെ മേടിച്ചിട്ട് എപ്പോഴും പണി ഉണ്ടാവണമെന്നൊന്നുമില്ല, നമ്മൾ ലെക്കാണ് അതൊക്കെ. അല്ല, എങ്കിലും ശരാശരി 1,000 രൂപയ്ക്കെങ്കിലും ഓടൂല. ശരാശരി ചില സമയങ്ങളിലൊക്കെയാണ്. അതല്ലേ? ഞാനിപ്പോൾ ഓടിയിട്ട് എനിക്ക് ഇപ്പോൾ കുറച്ച് 3 ദിവസമായിട്ടില്ല എനിക്ക് ഓട്ടം കിട്ടിയിട്ടുള്ളൂ. അതല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഞാനൊക്കെ ഓടുന്നതെന്ന് വെച്ചാൽ ചെറിയ സ്റ്റാൻഡുകളാണ്, നാടൻ പ്രദേശങ്ങളിലേക്കാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെയെല്ലാം പറ്റ പണി മോശമാണ്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് കഴിഞ്ഞാൽ ഒരു 600-700 കഷ്ടിയേ ഓടുള്ളൂ. കഷ്ടിയെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ താഴേക്കാണ്, ലോയായിട്ടാണ് വരുന്നത് കേട്ടോ. പക്ഷേ ടൗണിൽ എങ്ങനെയായാലും ഒരു 1,000 രൂപ മാക്സിമം ഓടാൻ പറ്റില്ലേ? ഓടാൻ പറ്റും. ഓടാമെന്ന് വിചാരിക്കുന്നു അല്ലേ? ഓടാന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ വണ്ടി ഇങ്ങനെ കെട്ടിക്കിടക്കും. ചിലപ്പോൾ ചില സമയം ടൗണിലാണെങ്കിലും അവസ്ഥ കണക്ക് തന്നെ അല്ലേ? ഈ 1,000 രൂപയ്ക്ക് ഉടനെ എത്ര രൂപയുടെ എണ്ണ അടിക്കണം? ഒരു 350-400 അടിക്കണം. 350 രൂപേൻ്റെ എണ്ണ, 400 രൂപേൻ്റെ എണ്ണ അടിക്കണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ അല്ലാണ്ട് ഓടുന്ന പോലെ തന്നെ അതിൽ മെച്ചമൊന്നുമില്ല. നമുക്ക് റിട്ടേൺ കിട്ടിയാൽ നമുക്ക് ആ മുതലാവുള്ളൂ. റിട്ടേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കയറ്റി നിർത്തുന്ന റിട്ടേൺ 25 രൂപ തന്നെയല്ലേ? അല്ല, റിട്ടേൺ വാടക 10 രൂപയാണ്. ഒരാൾക്ക്. അങ്ങനെയല്ല, ടൗണിൽ ഇത് കോർപ്പറേഷൻ ആയിട്ടില്ല. ഇല്ല അല്ലേ? നമുക്ക് ഇവിടെ ശരിക്കും 3 കിലോമീറ്റർ ചുറ്റളവ് വരുമ്പം എന്തായാലും മിനിമം വാടക 10 കിട്ടുള്ളൂ. റിട്ടേൺ വാടക കിട്ടുള്ളൂ അല്ലേ? എങ്ങനെയായാലും റിട്ടേൺ സാധാരണ മേടിക്കുന്ന തന്നെ 10 രൂപ ആരെങ്കിലും കയറിയാൽ കിട്ടിയാൽ തന്നെ. നമ്മുടെ അവസ്ഥ തന്നെ നിങ്ങൾക്ക് വന്നത്. അല്ലാണ്ട് മുനിസിപ്പാലിറ്റി അല്ല നേരം നിങ്ങൾക്ക്? മുനിസിപ്പാലിറ്റിയാണ്, പക്ഷേ അതിൽ നമ്മൾ മീറ്ററിട്ടല്ലോ ഓടുന്നത്. മീറ്ററിട്ടല്ല, ആ ഒരു സിസ്റ്റം അല്ല. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിർത്തിയിട്ടും ആളെടുത്ത് വരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് സ്റ്റാൻഡ് ഉണ്ടാവും? ഞാൻ ഗാന്ധി പാർക്കിലാണ് ഓടുന്നത്. അതെ അല്ലേ? അങ്ങനെ ഓരോ വണ്ടിക്ക് ഇന്ന സ്റ്റാൻഡ് ഉണ്ട്. എല്ലാ സ്റ്റാൻഡിലും ഇട്ടൂടെ? മാനന്തവാടി പെർമിറ്റിൽ മാനന്തവാടി എല്ലാ ഏത് സ്റ്റാൻഡിൽ വേണമെങ്കിലും ഇടാം. അത് ശരി. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കൈ കാട്ടി കഴിഞ്ഞാൽ
അവിടെ നിന്ന് കയറിയാലും ഇറങ്ങുന്നിടത്ത് 25 രൂപ, അങ്ങനെയുള്ള സിസ്റ്റം അല്ല. അങ്ങനെയല്ല അല്ലേ? ഇവിടെ ആയിട്ടില്ല, വയനാട്ടിൽ എവിടെ ആയിട്ടുള്ളൂ അങ്ങനെ അറിയില്ല, അതറിയില്ല. പക്ഷേ അപ്പം നമ്മുടെ അവസ്ഥ തന്നെ നിങ്ങൾക്കും നിങ്ങൾ കറക്റ്റ് വാങ്ങുന്ന അതേ വാടക ഞങ്ങളും വാങ്ങുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൈ കാട്ടിയിട്ട് ഈ ഇന്ന സ്ഥലത്തേക്ക് പോകണം, അത് ചിലപ്പോൾ കുറച്ച് ലോങ് ഒക്കെ അങ്ങനെയുള്ള ഓട്ടങ്ങൾ എടുക്കാൻ പറ്റുമോ? അതോ സ്റ്റാൻഡിൽ തന്നെ വിളിക്കണം എന്ന് പറയണം? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയില്ല. പക്ഷേ എടുത്താൽ നമുക്ക് ലോങ് ആയിട്ട് ഓട്ടാണെങ്കിൽ എവിടെയാണ് പോകാൻ പൈസ വാങ്ങാം, അത് വാങ്ങാം അല്ലേ? അതിന് കുഴപ്പമൊന്നും അല്ല. സ്റ്റാൻഡിൻ്റെ അടുത്തുനിന്നാണ് വിളിക്കുന്നെങ്കിലോ? സ്റ്റാൻഡ് തൊട്ട് മുമ്പിൽ നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് മോശമാണ്. കാരണം നമ്മൾ കിടക്കുന്ന സമയത്ത് വേറെ ആൾക്കാരെ വിളിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാറില്ല. അത് നമ്മുടെ ഒരു മനസ്സായി. പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ബേക്കിൽ എടുക്കും. അതല്ലേ? ഇപ്പം അങ്ങനെ കൊറോണ സീൻ ഉള്ളതുകൊണ്ട് അങ്ങനെ ആരും അങ്ങനെ വലിയതൊന്നും കച്ചറന്നാക്കലില്ല. പരിചയമുള്ള ആൾക്കാരെ എടുത്തിട്ട് പോക്കാണ്. അതല്ലേ? കുഴപ്പമൊന്നുമില്ല. ആദ്യം ക്യൂ സിസ്റ്റം ആയിരുന്നു, ക്യൂ ഇല്ല. സിസ്റ്റത്തിൽ ഇടുന്നുണ്ട്. പക്ഷെ പരിചയക്കാരുണ്ടെങ്കിൽ വിളിച്ചാൽ നമ്മൾ പോകും, അതിനൊന്നും പ്രശ്നമില്ല. എല്ലാവരും ഇപ്പം പണിയില്ലാത്ത സമയമായതുകൊണ്ട് കിട്ടുന്ന ഓട്ടം പെറുക്കി പോകില്ലേ? അപ്പോൾ കൊറോണ വന്നതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നം വന്നത്. അല്ലെങ്കിൽ മാനന്തവാടിയൊക്കെ പക്ക ക്യൂ സിസ്റ്റം ആയിരുന്നല്ലോ. പക്ക കറക്റ്റ് ക്യൂ ആയിരുന്നു, കെട്ടിയിട്ടുള്ള അത്യാവശ്യം പണിയുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ കൊറോണ വരുന്നതിന് മുന്നേ നീ ഓടിയിട്ടുള്ള അനുഭവം എങ്ങനെയാണ്? മാനന്തവാടി അത്യാവശ്യം പണി ഉണ്ടായിരുന്നോ? ആ പണിയുണ്ട്, ഓടുന്നവർക്ക് നല്ല പണി ഉണ്ടാവും അല്ലേ? അപ്പം 1000 രൂപയ്ക്ക് നീ ഓടിക്കഴിഞ്ഞാൽ 350 രൂപ ആവറേജ് എണ്ണ കൂട്ടാം. ഇപ്പോഴത്തെ വില കൂടിയുണ്ടെന്ന് അടിക്കണം, 350 രൂപ എണ്ണ അടിക്കണം. പിന്നെ 650 രൂപ ഉണ്ട്. എത്ര രൂപ ലോണിലേക്ക് മാറ്റി വെക്കണം? 200 രൂപ തന്നെ മാറ്റി വെക്കണം അല്ലേ? 5000 ചില്ലറ ഉണ്ടല്ലോ. അപ്പോൾ 200 രൂപ മാറ്റി വെക്കണം. കാരണം നമുക്ക് എന്തായാലും 30 ദിവസം ഓടാൻ പറ്റില്ല. 200 കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ മൊത്തം പൈസ മാറ്റി വെക്കേണ്ട അവസ്ഥയാണ്. കാരണം വെച്ചാൽ വണ്ടീൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും കണക്ക് കൂടുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ റോളായി പോകുന്നുള്ളൂ. അതെ അല്ലേ? മെയിൻ്റനൻസിലേക്ക് എത്ര രൂപ മാറ്റി വെക്കേണ്ടി വരും? മെയിൻ്റനൻസിലേക്ക് എന്തായാലും 300 രൂപ എന്തായാലും മാറ്റി വെക്കണം. 300 രൂപ അടവും മെയിൻ്റനൻസ് ഒക്കെ ആയിട്ട് നമ്മൾ കാണണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 100% മുന്നോട്ട് പോകാൻ പറ്റില്ല. പൈസ ഉണ്ടാക്കി വെക്കേണ്ട സമയത്ത് ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ നമ്മൾ കടം മേടിക്കേണ്ടി വരും. അതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു 300 രൂപ ബാക്കി ഉണ്ടാവും. ഇത് സത്യത്തിൽ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. എല്ലാവരുടെ അവസ്ഥ ശരി. അപ്പോൾ ഇപ്പോൾ എല്ലാ ദിവസവും കൂലി ഉണ്ടാവണമെന്നില്ല. ചില ദിവസം നല്ല പണിയായിരിക്കും, നല്ല അത്യാവശ്യം ലോങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല പണിയായിരിക്കും. അപ്പോൾ ഈ ഓട്ടോക്കാരുടെയൊക്കെ അവസ്ഥ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ ടൗണിലായാലും അല്ലെങ്കിൽ ഉൾനാടൻ പ്രദേശങ്ങളിലാണെങ്കിലും സംഭവം സെയിം തന്നെയാണ് അല്ലേ? ഒരു വലിയ മാറ്റമൊന്നും അതിൽ പറയാനില്ല. എവിടെ നിന്ന് കയറിയാൽ 25 എന്നുള്ള സിസ്റ്റം ഉള്ള അടുത്താണെങ്കിൽ കുറച്ചും കൂടെ മെച്ചം ഉണ്ടാവും തോന്നുന്നല്ലേ? അപ്പോൾ നമുക്ക് അത് മീറ്റർ ടോഡ് സ്ഥലത്ത് അങ്ങനെ നടക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു 200 മീറ്റർ പോകാനുള്ളെങ്കിലും ഇവിടുന്ന് കൈകാട്ടി കയറി അപ്പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വർത്താനം പറയേണ്ട ആവശ്യമില്ല. മീറ്റർ ഇടുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അതപ്പോൾ തന്നെ അവിടെ മീറ്റർ തിരിച്ചിടുന്നു. ഇനി അങ്ങനെയുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അറിയാം അവരുടെ അവസ്ഥ എന്താ. ചിലപ്പോൾ സത്യത്തിൽ അവരുടെ അവസ്ഥ വളരെ മോശം തന്നെയായിരിക്കും. അതിപ്പോൾ നമുക്ക് ആളെ കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ മൊത്തത്തിൽ ഈ ഓട്ടോ ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇത് ഈ ഫീൽഡിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ ചെറിയ ശാരീരിക പ്രശ്നങ്ങളുണ്ട്? കട്ടിയുള്ള പണി എടുക്കാൻ പറ്റില്ലാത്ത പ്രശ്നമുണ്ട്, അതുകൊണ്ട് പിന്നെ ഇതിലേക്ക് നിൽക്കുന്നു. എന്നാലും നമ്മൾ പോകും. കൂടുമ്പോൾ പിന്നെയും അതായത് കയ്യിൽ ഓടിയിട്ടൊന്നും ഇല്ലാണ്ട് വരുമ്പോൾ പുറത്ത് പണിക്ക് പോകും. അല്ലാണ്ട് രക്ഷയില്ല. പലരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഇപ്പോൾ ഓട്ടോയിലുള്ള പലരുടെ അവസ്ഥ വണ്ടി നിർത്തിയിട്ടിട്ട് പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? അത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പേരും അങ്ങനെ തന്നെയാണ് വരുന്നത്. പ്രശ്നങ്ങളുള്ളതുകൊണ്ടും പിന്നെ കട്ടിയുള്ള പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടൊക്കെയാണ് വണ്ടി കയറുന്നത്. പിന്നെ ചിലർക്ക് ഇതൊരു പാഷനാണ്, ഒരു ഇഷ്ടം. ഇനിയുള്ളൊരു ആശ്രയം എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോറിക്ഷ തന്നെയാണ്. ഈ ഓട്ടോറിക്ഷ ഫീൽഡിലേക്ക് 10 വന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതാണ്ട് ഒരു 11 വർഷമായി. കണ്ടിന്യൂസ് ആയിട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓടുന്നുണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും ഒരു മനസ്സ് ചടപ്പിക്കുന്ന അല്ലെങ്കിൽ ഫീൽഡ് വിട്ട് പോകണം എന്ന് തോന്നിയിട്ടുള്ള ശക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഈ ഓട്ടോ ഫീൽഡിൽ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ വെച്ചാൽ ചില സമയങ്ങളിൽ നമുക്ക് കയറുന്ന പാസഞ്ചർക്ക് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, വാടക പറഞ്ഞാൽ മനസ്സിലാവില്ല. ചിലപ്പോൾ വണ്ടി കയറി കഴിഞ്ഞാൽ ചിലപ്പം 25 രൂപ ഓട്ടാണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടിച്ച് 25 രൂപ മിനിമം ഓട്ടാണെങ്കിൽ നമ്മൾ പോകുന്നതിനിടയ്ക്ക് ഒരു 4 വട്ടം 5 വട്ടം നിർത്തി കൊടുക്കേണ്ടി വരും. എങ്ങനെ നിർത്തി കൊടുക്കും? സാധനം മേടിക്കണം, അങ്ങനെ നിർത്തി കൊടുക്കണം. നിർത്തിക്കൊടുത്ത് നമ്മളൊരു ഓട്ടം പോയിട്ട് അടുത്ത ക്യൂസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സ്പീഡ് പോയിട്ട് കയറണം. അടുത്ത പോയിട്ട് തിരിച്ചു വന്ന് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇത് പാസഞ്ചർക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല നമ്മുടെ അവസ്ഥ. അല്ലാതെ നമുക്ക് മനസ്സിലാവും. ഓട്ടോക്കാരൻ എനിക്ക് മനസ്സിലാവും. കാരണം എനിക്കിത് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് മനസ്സിലാവില്ല. അവർ പറയാ നമ്മൾ ഓട്ടം വിളിച്ചിട്ടല്ലേ എന്ന് പറയാം, നമ്മൾ പൈസ തന്നിട്ടല്ലേ പറയുന്നത്. അത് ശരിയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ദേശം സത്യത്തിൽ അവർ പറയുമ്പോൾ അവരുടെ ഭാഗത്തിനായുണ്ട്. അവർ പൈസ തന്നിട്ട് നമ്മളെ വിളിക്കുകയാണ്. പക്ഷെ നമുക്ക് 5 മിനിറ്റ് കൊണ്ടല്ല 10 മിനിറ്റ് കൊണ്ട് തീരേണ്ട ഒരു ഓട്ടം 15 മിനിറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസത്തിലെ അത്രയും സമയം നഷ്ടപ്പെട്ടു പോകണം. എനിക്ക് അങ്ങനെ പല സ്ഥലത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം വണ്ടിയിൽ ഇവിടെ നിന്ന് കയറും, തൊട്ടപ്പുറത്തെ കടേൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് എന്താക്കും, അതൊന്ന് മേടിക്കട്ടെ, കുറച്ചപ്പുറം മാറി നടന്നു, ഓൻ എൻ്റെ വീടിൻ്റെ അടുത്തല്ല, അവനൊന്ന് കയറ്റട്ടെ. ഇവനെ കയറ്റുന്നതല്ല പ്രശ്നം. അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പുള്ളിനെ അവിടെ ഇറക്കേണ്ടി വരും. ഏതേ കുറച്ചൊക്കെ നടക്കാനുള്ള ആൾക്കാരെ, പിന്നെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ള ആൾക്കാരെ അങ്ങനെയൊക്കെ കയറ്റുമ്പോൾ സത്യത്തിൽ എനിക്ക് ചടപ്പ് വന്നിട്ടുള്ള പല സമയമുണ്ട്. അപ്പോൾ നിനക്കും അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് തോന്നിയിട്ടുണ്ടല്ലേ? അല്ലാണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഓരോ വാടക വണ്ടി വിളിച്ച് പോയി കുറേ ലോങ്ങൊക്കെ പോയി ഇറങ്ങി ഓടുക, അല്ലെ വാടക തരൂല എന്ന് പറയുക, അങ്ങനത്തെ എന്തെങ്കിലും സംഭവം? ഒരു വർഷം വൈകിട്ട് പേരിയെ പോയപ്പോൾ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി. പേരിയെന്ന് പറഞ്ഞാൽ ഒരു 10-25 കിലോമീറ്റർ ദൂരം പൈസ തരാണ്ട് ഇറങ്ങി ഓടിക്കളഞ്ഞത്.
പൈസ കിട്ടിയില്ല പോയി കിട്ടിയിട്ടില്ല എണ്ണ പൈസയും പോയി. അങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും മാനസികമായിട്ട് ടെൻഷൻ വരും അല്ലേ? ഇനി ഇത് വേണ്ട എന്നൊക്കെ തോന്നിപ്പോലെ. അപ്പം തോന്നിപ്പോ കൂലിപ്പണിയൊക്കെ എടുത്ത ആൾക്കാരാണെങ്കിൽ തോന്നിപ്പോവും ഇത് ഏറ്റവും നല്ല അതായിരുന്നു, നമുക്ക് അഥവാ പൈസ ഇല്ല മുതലാളിനോട് വെച്ചിടാം, രാത്രി 12 വരെ പണിയെടുത്ത പൈസ നമുക്ക് കറക്റ്റ് നമ്മളെ കൈ കിട്ടും. ഇത് നമുക്ക് പാസഞ്ചർ കയറി കഴിഞ്ഞാൽ അവർ തരുന്നുള്ള പ്രതീക്ഷ ചിലപ്പോൾ വണ്ടി നിർത്തുന്നതിന് മുമ്പ് ഇറങ്ങി പുറകെ കൂടെ ഒറ്റ പോയി കളയും. അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പോയിട്ടുണ്ട് ഞാൻ ഓടി പിടിക്കും ചെയ്യും എങ്ങനെ പോയാലും വണ്ടിയുടെ വെച്ചിട്ടായാലും. വൈകിട്ടായിരുന്നു, ഇരുട്ടായി തുടങ്ങി. അതല്ല പിന്നെ പരിചയമില്ലാത്ത സ്ഥലമല്ല, ഒരു രക്ഷയില്ല. അന്നൊക്കെ നല്ല വിഷമം ഉണ്ടായിരുന്നു. അന്ന് ആ ഒരു ദിവസം എനിക്ക് ഭയങ്കര പിറ്റേ ദിവസം രാവിലെ വരെ സ്റ്റാൻഡിൽ ഓടിക്കൊണ്ട് പോയി പിന്നെ പറഞ്ഞോടുന്നു. അതല്ലേ ഭയങ്കര വിഷമം. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഓടിയൊന്നുമല്ല, അത് ഞാൻ ഈ ചാനലിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രായമായ ആൾ കയറിയിട്ട് മാനന്തവാടി വരെ എത്തി. നിനക്കറിയാലോ 5 മാനന്തവാടി 10 കിലോമീറ്റർ ചാക്കും കയറ്റി വന്നിട്ട്. അത് ഈ വീഡിയോ കണ്ടിരുന്നു. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. പിന്നെ ഒരു പ്രായ മനുഷ്യനല്ലേ പോട്ടെ, അന്നത്തെ ദിവസം എൻ്റെ മൊത്തത്തിൽ പോക്കായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവം ഉണ്ടായത് ഈ വണ്ടി എടുത്ത് ഓടാൻ തുടങ്ങിയ ശേഷമാണോ അത് ആദ്യം ഓടിക്കൊണ്ടുവന്ന കുട്ടി ഡീസലാണ്? ആദ്യത്തെ അനുഭവമാണ്. അതല്ലേ പെട്ടെന്നല്ല ഇപ്പം അടുത്തുണ്ടായതല്ല. അല്ല പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോഴത്തെ ഇവിടെ ഫുള്ള് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് എന്താ ഒരു സ്റ്റിക്കർ ഒന്നും കൊടുക്കാണ്ട് അങ്ങനെ സാധാരണ ആപ്പയ്ക്കൊന്നും അങ്ങനെ കാണലില്ല. അത് ചില ഏരിയകളിൽ അങ്ങനെയാണ് പണിയെടുപ്പിക്കുന്നത്. ഞാനിപ്പം ഇത് അമ്പലയിൽ കൊണ്ടാണ് പണിയെടുപ്പിച്ചത്. അവിടെ അങ്ങനെ പിന്നെ ഇത് വെക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായില്ല. അല്ല സ്റ്റിക്കർ വെച്ചിട്ടില്ല അവിടെ പണിയെടുക്കുന്ന സ്റ്റിക്കർ വെക്കലില്ല. അവിടെ വെക്കലില്ല. ഇല്ല. പിന്നെ നമ്മൾ പറഞ്ഞാലും ചെയ്യില്ല. പറഞ്ഞാൽ ചെയ്യാൻ ചോദിച്ചാണ് ഞാൻ വെക്കണ്ടെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഇവിടെ എനിക്ക് നമ്മളിവിടെ ചെയ്യുമ്പോൾ 3 സ്റ്റിച്ച് എന്തായാലും വരും. അതിൽ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ബേക്കിൽ ഫ്ലൈവുഡ് ആണുള്ളത്. അത് നനയും. അത് ഇപ്പം നാശമാവും. അത് നമുക്ക് വീട് നിൽക്കണമെങ്കിൽ അത് ചെയ്യാത്ത നല്ലത്. അപ്പം നമ്മളതിന് വരാൻ സ്റ്റിക്കർ ഒട്ടിച്ചാൽ പുറത്ത് സ്റ്റിക്കർ ഒട്ടിച്ചാൽ മതിയല്ലോ. പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ് എന്തെങ്കിലും നമ്മൾ ഈ വാട്ടർ ചാനൽ അങ്ങനത്തെ മുന്നിൽ ഫ്രണ്ടിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒന്നും എക്സ്ട്രാ ചെയ്യാൻ തോന്നിയിട്ടില്ല? ഇല്ല ചെയ്യാൻ അവര് പാത്തി വെക്കാന്ന് പറഞ്ഞാണ്. ഞാൻ ചെയ്യേണ്ട പറഞ്ഞിട്ടാണ്. വേണ്ട. അത് എന്താ ഫൈന് കിട്ടുന്ന പേടിച്ചിട്ടാണോ? ഫൈന് കിട്ടുന്നില്ല, അതിന് വെക്കണം തോന്നിയില്ല. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അത് ഒരു കണക്കിന് അത് വെക്കാത്തതാണല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ വുഡ് തുളയ്ക്കേണ്ടി വരും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഓവർ വലിയ ഇതാക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഒന്നും എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും വേണ്ട. വെറുതെ എന്ത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് കിട്ടിയാലും സത്യത്തിൽ നമ്മുടെ വണ്ടിക്ക് വെയിറ്റ് ആണ്. അതിന്റെ ആവശ്യമില്ല. വാടകയാണ് കിട്ടുന്നത്. പിന്നെ പണിയെടുപ്പിച്ച വാടക നമുക്ക് പിന്നെ ഒരു ഭംഗി കിട്ടും. അത്യാവശ്യം തന്നെ വൃത്തിയുണ്ടല്ലോ. വൃത്തിയുണ്ട് മൊത്തത്തിൽ. നീ ഈ ബോഡി പണി എടുത്തപ്പോൾ ഈ പോളപ്പണിയൊക്കെ ആദ്യം എടുത്ത് തന്നെയല്ലേ? അതെടുത്ത് അത് കുറച്ച് ബെൻഡ് ഇതൊക്കെ ഉണ്ടായിരുന്നു, തുരുമ്പൊക്കെ ഉണ്ടായിരുന്നു. അത് മൊത്തത്തിലൊന്ന് പേപ്പറൊക്കെ ചെയ്ത് ഒന്നുകൂടെ ക്ലിയർ ആക്കി. അല്ലാണ്ട് ബോഡി പണി ഇപ്പൊ എടുത്തല്ലോ അല്ലേ? മൊത്തത്തിലുള്ള തുരുമ്പെല്ലാം ഒന്ന് ഇതാക്കിയിട്ട് മൊത്തത്തിലൊന്നും ചെയ്താണ്. വെൽഡ് ചെയ്ത് ഒന്നുകൂടെ പൊട്ടിയ ഭാഗങ്ങളെല്ലാം ഒന്നുകൂടെ വെൽഡ് ചെയ്ത് റെഡിയാക്കി എടുത്തതാണ്, ഉഷാറാക്കി. അപ്പോൾ നിനക്ക് നിൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അഭിപ്രായങ്ങൾ പ്രത്യേകം പറയാനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എന്താക്കാം, നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. കുഴപ്പമില്ലല്ലോ? ഇല്ല, നിർത്താം. അപ്പം നിന്നോടൊരു താങ്ക്സ് പറയുകയാണ്. ഞാൻ വിളിച്ചപ്പോൾ വീഡിയോ എടുക്കാൻ സമ്മതിച്ചതിനും അതുപോലെ തന്നെ ഇത്ര നേരം സഹകരിച്ചു തന്നതിനും വളരെ നന്ദിയുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ലിങ്ക് ഇടണം, വേണ്ട അല്ലേ? നീ കണ്ടോളൂ, നിനക്ക് നോട്ടിഫിക്കേഷൻ വരില്ലേ? അപ്പോൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ നിൻ്റെ കമൻറ്റ് അവിടെ ചെയ്ത് വെക്കുക. എൻ്റെ ഞാൻ തന്നെ അഭിപ്രായം പറഞ്ഞല്ലേ? നിൻ്റെ നീ അഭിപ്രായം പറഞ്ഞോ? കാരണം വെച്ചാൽ നീ ഇപ്പോൾ ഈ നീ ഇത്രയും നേരം പറഞ്ഞത് നീ എന്തായാലും ഇപ്പം നിന്നെ കാണിക്കില്ലല്ലോ. നിനക്ക് വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാമല്ലോ, എന്തൊക്കെയാണെന്നുള്ളത്. നീ പറഞ്ഞോ, രസമല്ലേ? പറഞ്ഞോ, എന്തായാലും പറഞ്ഞോ. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് ഇഷ്ടംപോലെ വണ്ടികളില്ലേ, ഗ്രൂപ്പൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് പരമാവധി ഒന്ന് ഉഷാറാക്കുക. അപ്പം അതിലൂടെ എനിക്കും മെച്ചം ഉണ്ടാവും, നിന്നെയും കുറച്ച് പേര് അറിയും. ഓക്കെ, അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.